ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. കോമഡി ഉത്സവത്തിൽ ഇന്ന് ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവല്ല കാവും ഭാഗത്തുള്ള നമ്മുടെ ധനലക്ഷ്മി അയൽക്കൂട്ടം. എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാനായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കാര്യക്കാരെയാണ്. ലെറ്റ്സ് വെൽക്കം ടിനി ടോം. അപ്പൊ അതിലും വലിയ കൈഡിയാണ് കലാഭവൻ പ്രചോദ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പ്രസന്റഡ് ബൈ വീസ്റ്റ ബഹാർ, കേരാസ്വാദ് കോക്കനട്ട് ഓയിൽ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ മിമിക്രി കോമ്പറ്റീഷൻ ആണ്. മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ വരാൻ പോകുന്നു സുമേഷ് കൊടകര ആൻഡ് വിഷ്ണു മോഹൻ. സുമേഷ് എന്ത് ചെയ്യുന്നു? ഞാൻ കാർപ്പൻറ്ററി വർക്കാണ്. എവിടെ? അത് കൊടകര തന്നെയാണ്. അപ്പോ ഇതിന്റെ കൂടെ ട്രൂപ്പ് ഉണ്ടോ? പിന്നെ ഇപ്പൊ ഒരു പുതിയൊരു ട്രൂപ്പ് ഈ പ്രാവശ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ജോക്ക് പ്രദേശ് എന്ന് പറഞ്ഞിട്ട്. ലവ്ലി. പ്രളയമൊക്കെ വന്ന കാരണം തൽക്കാലം മാറ്റി വെച്ചേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാലോ അല്ലെ? ഓക്കെ. ആരൊക്കെ ലിസ്റ്റിലുള്ള? ലിസ്റ്റില് ജയരാജ് വാര്യര്, കലാഭവൻ മണി, വിജയരാഘവൻ. ആഹാ, രണ്ട് തൃശ്ശൂർക്കാരും ഒരു കോട്ടയംകാരനും അല്ലേ? ഓക്കെ. അപ്പോ വിഷ്ണു. അതെ. വിഷ്ണുവിന്റെ വീട് എവിടെയാ? എന്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കേച്ചേരിക്ക് അടുത്ത് വെട്ടുകാടാണ്. ഓക്കെ. ആരൊക്കെയാണ് ലിസ്റ്റിലുള്ള? ശിവജി ഗുരുവായൂർ, വിനയ് ഫോർട്ട്, സുനിൽ സുഗത. ആഹാ, അവിടെയും രണ്ട് തൃശ്ശൂർക്കാരും ഒരു കൊച്ചിക്കാരൻ അല്ലേ? നമുക്ക് വിഷ്ണുവിൽ തുടങ്ങാം. നമ്പർ പറയും. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. നോക്കാല്ലേ? എന്താടാ അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. കുഴപ്പമില്ല വിഷ്ണു കേട്ടാ. സുമേഷ് നമുക്ക് നോക്കാം. നമ്പർ പറയും. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ബിജു സോമാൻ, നമ്മുടെ ബാലു ചേട്ടൻ. ഒരു രക്ഷയില്ല. എന്താ ഞാൻ പറയാ, ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ഈ വേദി നീ ആദ്യം നന്നായി എന്നിട്ട് സ്വയം നന്നാകാൻ നോക്കും. എന്നിട്ട് സ്വയം നന്നാവാൻ നോക്കുന്നു. ഓക്കെ. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. നിർത്ത് മോനെ മഹാരാജ. ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും. ആന സൈക്കിൾ ഔട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓക്കെ. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. വിനയ് ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ളതാണ്. ഇവിടെ ആദ്യം ചെയ്യണം. ട്രൈ ചെയ്യാം. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അകത്ത് കയറ്റെടുത്ത് അടിച്ച് പണി കഴിച്ചു. നമുക്ക് വിഷ്ണു. വിനയ് ഫോർട്ട് ലേലം എന്ന സിനിമയില് സോമൻ സാർ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാലെങ്ങനെ ഇരിക്കും നോക്കാം. നേരാണ് തിരുമേനി, ഇപ്പത്തും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരംവെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. അമ്മച്ചി കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടമാക്കി എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 വയസ്സ്. അപ്പന്റെ ശരീരം ദേ ഈ കൈകളിലോട്ട് ഏറ്റുവാങ്ങുമ്പോ എന്റെ 10ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ 10ാമത്തെ ബർത്ത്ഡേ. മനസ്സിലാവുണ്ട് എല്ലാവർക്കും? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. സൂപ്പർ. ഇനി വിഷ്ണുവിന്റെ നമ്പർ തന്നെയാണ്. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പണ്ട് ചിത്രകഥയിൽ എഴുതിക്കൊണ്ടിരുന്നതാണ്. അല്ല, മുഖം മറച്ചാണ്. അതെ. ഓക്കെ. 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ബാഹുബലി ലെവലില്. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ. പറഞ്ഞ വാക്കെന്താണ് പറയുന്നത്? പണ്ടത്തെ തന്നെ ചിരിച്ചു പോയിട്ടേ. ശരിക്കും പറഞ്ഞ ആ ഭാഷ എനിക്ക് ഒരു പെടുത്തില്ല. നമുക്കറിയാം കൃത്യമായിട്ട്. നമ്മളെല്ലാരും കൃത്യമായിട്ട് ഇടയ്ക്ക് ഞാനും ടിനിയായിട്ട് സംസാരിക്കുന്ന ആ ഭാഷയില്ല. സത്യം പറഞ്ഞ ആർക്കും ആ ഭാഷ ഒരു പെടുത്തില്ല. അതുകൊണ്ട് കലക്കി നോക്കിയതാ. അതിൽ ഞാൻ പെട്ടുപോയി. കുഴപ്പമില്ല. 2പേരുടെയും 3 നമ്പറുകൾ കഴിഞ്ഞു. തിരിച്ചെന്നെ സ്വാഗതം ചെയ്യാം. ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലാണ് ഒരെണ്ണം. വിനയ് ഫോർട്ട് കഴിഞ്ഞ അല്ലേ? 2 ഇനി 2 കൂടി ഉണ്ട്.
നമുക്ക് അടുത്തത് ആരാണ്? ശിവജി ഗുരുവായൂരിന് ഓക്കെ, കേൾക്കാം. അദ്ദേഹത്തിന്റെ ഡയമണ്ട് നെക്ലേസിലെ ഒരു സോങ്. ആ കേട്ടാരും നിങ്ങൾ വലിയ തറവാടികളായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടായില്ലല്ലോ. പക്ഷെ അറിഞ്ഞങ്ങോട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ തറവാടിത്തം. കേട്ടോളാ, ധനലക്ഷ്മി ബാങ്കിലെ ഒരു FD ഉണ്ട്. ക്യാഷായിട്ട് തന്നെ ഒരു 25,000 ഉറുപ്പ്യ തീർന്നില്ല. മുറ്റത്ത് കിടക്കണ വണ്ടി അത് അരുണിന്റെ പേരിലോട്ട് അങ്ങോട്ട് മാറ്റിയല്ലോ എന്ന് ആലോചിക്കണേ. 1984 മേടിക്കുമ്പോൾ പുതുപുത്തനായിരുന്നു. രാജശ്രീയെ ദുബായിക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ടാവുമല്ലോ അല്ലേ? സന്തോഷായില്ലേ? സൂപ്പർ. അടുത്തത് സുനിൽ സുഗത. ആ ഡാജോയെ നനക്ക് നീതി വേണല്ലേ? തരാട്ടാ, ഞാൻ കാണാനുള്ളതൊക്കെ കണ്ടു. ഞങ്ങളൊന്ന് മറച്ചു പിടിച്ചാൽ നന്നായിരുന്നു. ഡാ ഇമ്മാനല്ലേ, ജോസഫേട്ടൻ നിന്റെ പൈസ തരും. ഇപ്പോഴല്ല, ഇപ്പൊ ജോസഫേട്ടൻ്റെ ഒന്നുമില്ല. എന്നാ നീ പൊക്കോട്ടാ. ഇനി സുമേഷിന്റെ ലിസ്റ്റ് തുടങ്ങാം അല്ലേ? ഫസ്റ്റ് ആദ്യം തൃശ്ശൂരിന്റെ സ്വന്തം caricature ജയരാജ് വാര്യർ. അതെ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ലുക്കും ഉണ്ട് കേട്ടോ. താങ്ക് യു. നമസ്കാരം. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയോത്സവമാണ്, നിറങ്ങളുടെ ഉത്സവമാണ്. തൃശ്ശൂരിന്റെ സ്വന്തം ഭാഷയിൽ പറയുമ്പോൾ ഈ പരിപാടി ടോപ്പ് ആവണ്ടിട്ടാ. പരിപാടി പൊരിക്കണ്ട് പടക്കണ്ട് കിടാവേ എന്ന് പറയാം. എന്തായാലും ഒരിക്കൽ കൂടി നമസ്കാരം. അടുത്തത് കലാഭവൻ മണി കാസറ്റിൽ സംസാരിക്കുമ്പോൾ ഒരു ഇൻട്രോ പറയുന്ന ഒരു വോയിസാണ്. പ്രിയമുള്ളവരെ, ഇത് ഞാനാ കലാഭവൻ മണി. ഒരു പാട്ടിൻ്റെ മുന്നോടിയായിട്ട് പറയണതല്ല കേട്ടോ. പണ്ട് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു. ആ കത്ത് വന്നപ്പോൾ അച്ഛന് സന്തോഷം, അമ്മയ്ക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. കാരണം മറ്റൊന്നല്ല, ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജോലിക്കുള്ള കത്ത് വന്നെന്ന് അവർ കരുതിയത്. ആ കത്ത് ഞാൻ പൊട്ടിച്ച് വായിച്ചു. അതിൽ എന്താ എഴുതിയിരിക്കുന്നറിയാമോ? വെൽക്കം ടു അമിറ്റി കോളേജ്, തോറ്റവർക്കായുള്ള ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നു. അവർക്ക് നേരത്തെ അറിയാൻ ഞാൻ തോൽക്കുന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കത്ത് വന്നത്. പിന്നീട് എനിക്കൊരു കത്ത് വന്നിട്ടോ, അത് ഞാൻ പറയില്ല, പാടാം. വിജയരാഘവൻ. ഇത്രയും കാലം കണ്ട കഥ വിട്, ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് ഈ കഥയങ്ങ് മാറാൻ പോവാ. ഇത്രയും കാലം മുണ്ടയ്ക്കൽ തറവാടിന് സ്വൈര്യക്കേടായിരുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരത്തെ ഞാനിന്ന് കത്തിക്കും. അവന് ആ കാർത്തികേയനെ, അവനെ ഞാനിവിടെ പ്രതീക്ഷിച്ചേ. അവൻ വേണ്ട, അച്ഛൻ കത്തിയെന്നറിഞ്ഞ അവൻ അടങ്ങിക്കൊള്ളും, അവൻ ഒതുങ്ങിക്കൊള്ളും. ഇല്ലാച്ചാ അടുത്ത പണി അവനുള്ളതാ. വെരി ഗുഡ്. സുമേഷ് കാർപ്പൻ്റർ ആണല്ലേ? അതെ അതെ അതെ. 33 വയസ്സുള്ള ഒരു കാർപ്പൻ്ററെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആരാ അറിയില്ലേ? മരിച്ചുപോയി, പക്ഷെ ഉയർത്തെഴുന്നേറ്റ്. അതെ, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സുമേഷ് മറ്റേ മണിച്ചേട്ടൻ്റെ ഗംഭീരമായിട്ടുണ്ട്. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ചെയ്തത് ജയരാജ് വാര്യർ. ഒരു രക്ഷയില്ല കേട്ടോ, ഫേസും അല്ലാണ്ട്. വിജയരാഘവനിൽ കുറച്ച് മണിച്ചേട്ടനും കൂടി കയറി വന്നതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ആ മോഡുലേഷനൊക്കെ കറക്റ്റാണ് കേട്ടോ. പ്രോഗ്രാമിന് അധികം പോകാറുണ്ടോ? പ്രോഗ്രാം ഈ പ്രാവശ്യം എന്തായാലും ഇറങ്ങാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഷോക്കാടൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു. അപ്പം നേരത്തെ ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ? നേരത്തെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്ക് പോകാറുണ്ട്. ജയൻചേട്ടൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കലാപഞ്ചായത്ത്. പക്ഷെ ഉറപ്പായിട്ട് വിജയരാഘവൻ ഉഗ്രനായിട്ട് ചെയ്യാൻ പറ്റൂട്ടെ. ചെറിയൊരു ടെൻഷൻ ഉള്ളിൽ കിടപ്പുണ്ട് അല്ലേ? അതുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ബാക്കി ഉഗ്രനുണ്ട് കേട്ടോ. നല്ല കോൺഫിഡൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്. ആ ടെൻഷൻ ഇത്തിരി ഉള്ളത് അങ്ങോട്ട് കളഞ്ഞേക്ക്. ഇവിടെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭരണി നക്ഷത്രക്കാർ നിൽക്കല്ലോ ഇവിടെ. അസലായിട്ടാ മൂന്നും. അതും ആ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് വിനയ് ഫോർട്ടിനെ കൊണ്ടുവന്നത്. അത് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞില്ലേ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നല്ല സെൻസിബിൾ. നിങ്ങൾ തന്നെ എഴുതി റെഡിയാക്കിയതാണല്ലേ? അതെ അതെ. ആ പിന്നെ ചെയ്ത രണ്ടും ഗംഭീരമായിട്ടുണ്ട്. ശിവജി ഗുരുവായൂരും അതുപോലെ തന്നെ സുനിൽ സുഗതയും. അസൽ മോഡുലേഷൻ, അസൽ ടോൺ, ഉഗ്രനുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ. ഓക്കെ, വിഷ്ണു ആൻഡ് സുമേഷ് രണ്ടുപേരും സൂപ്പറാക്കി, ഗംഭീരമാക്കി കേട്ടോ. കാരണം നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആകാത്ത കലാകാരന്മാർ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ വേദിയിൽ പോകാത്ത കലാകാരന്മാർ, നിങ്ങൾ മിമിക്രിയെ സ്നേഹിക്കുന്നതുകൊണ്ടും മിമിക്രിയെ ഇഷ്ടപ്പെടുന്നതും കൊണ്ടാണ് മിമിക്രി എന്ന് പറയുന്ന ഒരു കല അന്യം നിന്ന് പോകാത്തത്. ഇല്ലെങ്കിൽ കഥാപ്രസംഗം പോലെ, ഇപ്പോൾ കഥാപ്രസംഗം എന്നൊക്കെ പറയുന്ന കല പോലെ അതൊക്കെ ഒന്നൊരു ബ്രേക്ക് വന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പം നമ്മൾ ഒരുപാട് പേരെ ഇതിന് മുമ്പ് മിമിക്രി വേദികൾ കാണുമ്പോൾ ബാലേന്ദ്രമേനോൻ ഡയലോഗ് കേട്ടാൽ എനിക്ക് തൃപ്തിയായെന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന നേരാ തിരുമേനി, MG സോമൻ സാറിൻ്റെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഡയലോഗ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും എന്തെങ്കിലും ഒരു പുതുമയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പുതുമ ഇപ്പോൾ ഇന്ന് വിനയ് ഫോർട്ടിൻ്റെ ചെയ്തു.
വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ സുനിൽ സുവിധ, ഇതൊക്കെ എടുത്തു പറയേണ്ട ആർട്ടിസ്റ്റുകളാണ്. വിഷ്ണു തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ കൂടെ പോകണം. ഒരുപാട് വേദികൾ കിട്ടും, കാരണം ഒരുപാട് സ്റ്റാർസിനെ അനുകരിക്കാനുള്ള ഒരു ഫിഗർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായാലും വിഷ്ണുവിന് ഒരുപാട് വേദികളിട്ട്. അതുപോലെ സുമേഷ്, ജയരാജ് വാര്യർ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ അനുകരിക്കുന്നിരിക്കുന്നത്. അനുകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും രൂപം കൊണ്ട് ഒരാൾ ആദ്യമായിട്ടാണ് കോമഡി ഷോയിൽ അനുകരിക്കുന്നത്. കാരണം ജയരാജേട്ടൻ എങ്ങനെ ഒരു ജുബയിട്ടാ നിങ്ങൾ കറക്റ്റ് ജയരാജേട്ടനാണ്. അപ്പോൾ അത് ജയരാജേട്ടനെ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ മണിച്ചേട്ടൻ ഇൻട്രോ പറയുന്നത് ശരിയാണ്, കറക്റ്റ് മോഡുലേഷനാണ്, അതിൻ്റെ ടോൺ കറക്റ്റാണ്. പിന്നെ കുട്ടേട്ടൻ, വിജയരാജേട്ടനെ എടുത്തത് ഈ ടെൻഷൻ കൊണ്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് പറയാനുള്ളത്, രണ്ടുപേരും പ്രൊഫഷണൽ ട്രൂപ്പിൽ പോകണം. മിമിക്രി എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ പ്രൊഫഷനാക്കി മാറ്റുക. രണ്ടുപേർക്കും ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. കേരാസ്വാദ് കോക്കനട്ട് ഓയിലിന്റെ സമ്മാനവും നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനവും ചേട്ടാ രണ്ടുപേരും കൈപിടിച്ച്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, ബഹാർ, കേരാസ്വാദ് കോക്കനട്ട് ഓയിൽ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ ഇനി അടുത്തതായി സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിനായിട്ട് വരുന്നു ഷാജി മുക്കോല. ഓരോ തവണയുള്ള ലീവില് സ്റ്റൈല് മാറും അല്ലേ ഷാജി? ലുക്കേ മാറിയല്ലോ. അല്ല, ഞാനൊരു കാറ്ററിംഗ് കമ്പനിയാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അവിടെ ക്ലീൻ ഷേവ് ആയിരിക്കണം. അതുകൊണ്ട് മരണ സമയത്ത് മാത്രമേ നമുക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ. അതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുടിയൊക്കെ പക്ഷെ ബാക്കിലോട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കില്ലായിരുന്നു അല്ലേ? ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 4 രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് ഡബിംഗ്. അതെ, അപ്പോ എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുക്കും. സ്പോട്ടിൽ പോയി നിന്നോളൂ. വിഷയമ്മ എല്ലേ വിളിച്ചാൻ അച്ചാറുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ എന്നെ വന്ന് വിളിച്ചവരാണ്. ഞാൻ പറഞ്ഞ ആദ്യം എന്നെ എന്തിനെ കളഞ്ഞി എന്ന് പറയാൻ പറഞ്ഞു. മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും പാർട്ടി മെമ്പർ ആയാലും പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഒരു സംഘടനയുടെ അധ്യക്ഷ നിലയിൽ അതും ഒരു സമുദായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തുടരാൻ സാധിക്കുക എന്നുള്ളത് നേതൃത്വത്തിൻ്റെ സവിശേഷതയാണ്. അതിൽ പിന്നീട് ഒരു ചരിത്രമുള്ളത്, അദ്ദേഹം കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ആത്മീയ ഗുരുകൂടിയാണ്. കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ വളരെ വ്യക്തമാണ്. ആറന്മുള വിമാനത്താവളം വരുന്നതിനോട് കേന്ദ്ര ഗവൺമെന്റിന് 1% പോലും യോജിപ്പില്ല എന്നുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ ഡിസിഷൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ അനൂപിന്റെ കേരള കോൺഗ്രസിനുള്ള അധികാരം തന്നെ മുസ്ലിം ലീഗിനുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഘടകകക്ഷികളൊക്കെ തുല്യരാണ്. അതേ അവസരത്തിൽ ഇത് നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ലീഗാണെന്ന് ആരെങ്കിലും ജീവാണെങ്കിൽ പറയും, വേറെ ആരെങ്കിലും പറയോ? നയിക്കുന്ന ഉമ്മൻചാണ്ടി ലീഗാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നാൽ മതിയെന്നേ. എന്തിനധികം ലീവ് കിട്ടില്ല. ലീവ് ഇപ്പോഴാണ് കിട്ടിയേ ആണല്ലേ? അവിടെ എവിടെ വർക്ക് ചെയ്യണം? കേറ്ററിംഗ് കമ്പനി ഏതാണ്? എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കാറ്ററിംഗ്. അബേല അതോ? അബേല ആയിരുന്നു, പിന്നെ ഇപ്പൊ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കേട്ടോ. ഷാജി തകർത്ത് കളഞ്ഞിട്ടാ. ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നിട്ടാ. അത് ഭയങ്കര സംസാര വിഷയമായ ഒരു പ്രസംഗം വരുന്നത്. കാരണം ലീഗിന് പ്രധാന സ്ഥാനം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമുള്ളൊരു അല്ലേ, അസലായിട്ടുണ്ട്. തകർത്തോ? എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കണം കേട്ടോ. തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ലീവ് കിട്ടാത്തതുകൊണ്ടാണ് വരാത്തത്. എമിറേറ്റ്സ് ഫ്ലൈറ്റ് കേറ്ററിംഗ് ആണോ ലീവ് വരാത്തത്? കാണുന്നുണ്ടല്ലോ, അവിടുത്തെ HR മാനേജർ മലയാളി അല്ലേ? അതെ അതെ. അപ്പൊ അത് കണ്ട് വേണ്ടതെന്താന്ന് വെച്ചാൽ ചെയ്തേ. എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഇനി വിടും കേട്ടോ. പിന്നെ സാർ, എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ താനൂർ മുക്കോലയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മുക്കോല എവിടെയാണ്, തിരുവനന്തപുരത്താണോ കണ്ണൂരാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലപ്പുറം ജില്ലയിലെ താനൂർ മുക്കോലയാണ്. തിരുവനന്തപുരത്തൊരു മുക്കോലുണ്ട്, അതുകൊണ്ടാണ്. അതെ, അല്ലോട്ടാ മലപ്പുറത്തുള്ളത് കൊണ്ടാണല്ലോ ആര്യടൻ സാറിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് അല്ലേ? നിലമ്പൂരല്ലേ അദ്ദേഹത്തിന്റെ സ്ഥലം? നിലമ്പൂർ. ഷാജി ഗംഭീരമാക്കി കേട്ടോ. കാര്യം ഷാജി ഇവിടെ ലീവിന് വന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഓരോ ഗിഫ്റ്റ് കൈ കൊടുക്കുകയാണ്. പക്ഷേ ഷാജി ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ് നമ്മുടെ കോമഡി ഉത്സവത്തിൽ. കാരണം അത് തന്നെയല്ല, നമ്മൾ ഈ ലീഡേഴ്സിന്റെ ഒക്കെ ഷാജി ഇവിടെ അനുകരിച്ചതെല്ലാം അവരുടെ മെയിൻ
മെയിൻ വാക്കുകളുള്ള പ്രസംഗങ്ങളാണ് അല്ലെ. ഇപ്പൊ ഗൗരിയമ്മ ആണെങ്കിൽ പോലും പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നതാണ് രാഷ്ട്രീയ നേതാവ്. കരുണാകരൻ സാർ സമുദായത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ MT രമേശ് ആണെങ്കിൽ എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് സാർ ലീഗിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്കത് ഒത്തിരി അറ്റാച്ച്മെന്റ് തോന്നിയത്. എനിക്ക് ആര്യാടൻ മുഹമ്മദ് സാറിനെ എന്താ പറയുക ഭയങ്കര ലൈഫായിട്ട് കാര്യം അതിനകത്ത് അത് വളരെ സ്ലോയിലാണ് സാറ് സംസാരിക്കാറുള്ളത്. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ഇനി പോയിട്ട് അടുത്ത ലീവിന് വരുമ്പോൾ അടുത്ത ഐറ്റംസുമായിട്ട് വരിക. തീർച്ചയായിട്ടും അടിപൊളി. അപ്പൊ കലകി ഷാജി, കേരാ സ്വാദ് കോക്കനട്ട് ഓയിലിന്റെ സമ്മാനവും നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനവും ഈസ്റ്റേൺ കോമഡി ഉത്സവം പ്രസന്റഡ് ബൈ വി സ്റ്റാർ, ബഹാർ, കേരാ സ്വാദ് കോക്കനട്ട് ഓയിൽ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്സിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അധ്യാപികയായിരുന്ന രേണുക ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ആരംഭിച്ച കൂട്ടായ്മയാണ് ടീം ബട്ടർഫ്ലൈസ്. കുട്ടികളുടെ സാമൂഹിക ഉൾച്ചേരൽ മുൻനിർത്തി അവരുടെ പ്രകടനങ്ങൾക്കായി വിവിധ വേദികൾ കണ്ടെത്തി ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയാണ് ടീം ബട്ടർഫ്ലൈസിന്റെ അണിയറ പ്രവർത്തകർ ചെയ്യുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികളടങ്ങിയ 36 കുടുംബങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. വിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടെ സ്വന്തം ഭവനത്തിൽ വച്ചാണ് ഈ കുട്ടികൾക്ക് അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ രേണുക ശശികുമാർ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നത്. പരിശീലകനായ ശ്രീ പെപ്പിന്റെ നേതൃത്വത്തിൽ ചെണ്ടവാദ്യം അഭ്യസിച്ച ഈ കുട്ടികളുടെ പ്രകടനങ്ങൾ തീർത്തും ഒരു വിസ്മയാനുഭൂതിയാണ് ആസ്വാദകർക്ക് നൽകുന്നത്. ടീം ബട്ടർഫ്ലൈസിനെ കോമഡി മഹോത്സവ രാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവരെ എല്ലാവരെയും ഫുള്ളായിട്ട് ചെണ്ടമേളമാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ? ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പെർഫോം ചെയ്യുന്നത് ചെണ്ടമേളാണ്. ബട്ടർഫ്ലൈസ്, ടീം ബട്ടർഫ്ലൈസ് എന്നാണ് പറയുന്നത്. തൃശ്ശൂര്. ഇത് സത്യം പറഞ്ഞ ഒരു സ്ഥാപനം, സംഘടന അങ്ങനെയൊന്നുമല്ല. ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിരുന്നു റിസോഴ്സ് ടീച്ചറായിട്ട്. ഇപ്പോൾ ഈ വർഷം എനിക്ക് തോന്നി ഇങ്ങനെയുള്ള കുട്ടികളുടെ എല്ലാവരുടെയും പാരൻസിൻ്റെയും, അതായത് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും സാധാരണ പഠിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ, അവരുടെ പാരൻസിൻ്റെയും. ലക്ഷ്യം വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ സഹതാപമല്ല വേണ്ടത്, പക്ഷെ അവരുടെ കഴിവുകൾ കാണിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒരു അംഗീകാരം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അല്ല, അത് തന്നെയാണ് തീർച്ചയായും നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ടിൻചേട്ടാ, പ്രജോട്ടാ? നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് നോക്കണ്ട. ഇവർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. ആ എബിലിറ്റിയാണ് എല്ലാവരും നോക്കേണ്ടത്. അവരുടെ കഴിവിനാണ് നിങ്ങൾ വേദികൾ നൽകേണ്ടത്. തീർച്ചയായും നമുക്ക് ആ കഴിവിലേക്ക് കടക്കാം അല്ലേ? അതെ സർ. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് പെരുപ്പിക്കാനായിട്ട് ആശാരം കൂടി ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ,
ചേട്ടാ നമുക്ക് കലാശക്കൂട്ട് ഒരുമിച്ച് നിന്ന് കൂട്ടിയാലോ? നമുക്കിപ്പോ ഒരു കലാശക്കെട്ടിലൂടെ കിടക്കാം. നമ്മള് എല്ലായിടത്തും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണിത്. അവര് ഇത് ചെയ്യാന്ന് പറയുന്നത്, ആ താളത്തിൽ പിടിച്ചത് ചെയ്യാന്ന് പറയുന്നത് തീർച്ചയായും വളരെ വലിയൊരു കാര്യമാണ്. അതിന് മുഴുവൻ പ്രോത്സാഹനവും നിങ്ങൾ തന്നേ പറ്റും. ഇവര് പ്രൊഫഷണൽ മേളക്കാരല്ല, പക്ഷെ മേളത്തിന്റെ താളം അല്ലേ അതേപോലെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതും ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ അത് എടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അവരെ അത് ചെയ്യിച്ചെടുത്ത ടീച്ചേഴ്സിനും ഗുരുവിനും ഒക്കെ മാത്രമല്ല, അവരോടൊപ്പം കൊട്ടി നിന്ന പ്രചോദനത്തിന് ഒരു ഉഗ്രം കയറി. അപ്പോ ഇത് ആദ്യം മാഷിനോടും ടീച്ചറിനോടും ചോദിക്കട്ടെ, പഠിപ്പിച്ചെടുക്കാനായിട്ട് എത്ര സമയം എടുത്തു? 6 വർഷം മുതൽ മാഷാണ് പഠിപ്പിച്ചത്. 6 വർഷം മുതൽ 1 വർഷം പഠിച്ച കുട്ടികളുണ്ട്, 6 വർഷത്തോളം പഠിച്ച കുട്ടികളുണ്ട്. ഞങ്ങൾ എന്തെങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ സാധാരണ ക്ലാസ്സിലാണ് അവർ ഇരിക്കാറ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഏത് നേരവും ഡെസ്കിലും ബെഞ്ചിലും ഒക്കെ കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്നത് ക്ലാസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ടീച്ചർമാർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ് അതിനൊരു പോസിറ്റീവ് ബിഹേവിയർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനെ ചെണ്ടവാദ്യം പരീക്ഷിച്ചാലോ എന്ന് ആലോചിച്ച് ഒരുപാട് പേരുടെ അടുത്ത് പോയപ്പോഴും അയ്യോ സ്പെഷ്യൽ കുട്ടികളാണ്, അവരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനൊരു ഇതാണ് വന്നത്. എന്നാലും ഞങ്ങൾ പാരൻസും എല്ലാവരും വെറുതെ ഇരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പെപ്പിൻ മാഷെ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഉണ്ടായൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മാഷ് എല്ലാവരെയും പഠിപ്പിക്കാൻ പാരൻസിനെയും എന്നെയും എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കലും കുട്ടികൾ ഡെസ്കിൽ കൊട്ടുന്നില്ല, പകരം ചെണ്ട കിട്ടിയാൽ മാത്രമേ അവർ കൊട്ടുള്ളൂ. അപ്പോൾ ആ ചെണ്ടമേളം പഠിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് മാഷ്ക്കാണ്. അതെനിക്ക് തോന്നുന്നു അല്ലേ, അവർക്ക് ഒരു എനർജി ഉണ്ടല്ലോ ഡിസിപ്പേറ്റ് ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ എനിക്ക് ഉറപ്പുണ്ട്, ഇത്രയും വലിയൊരു വേദി ഞങ്ങൾക്ക് സമ്മാനിച്ചത് കൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കോൺഫിഡൻസ്, നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തിയാൽ മാത്രമാണ് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ അവർക്കൊരു സ്റ്റേജ് കയറാൻ പോലും വളരെ പേടിയായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ വേദികൾ കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വേദിയിലെത്തിയപ്പോൾ, ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും. ഇവർക്ക് ചെണ്ടവാദ്യത്തോടൊപ്പം നൃത്തം, സംഗീതം, അതുകൂടാതെ വ്യക്തിഗത പരിശീലനം ഇവയിലെല്ലാം കൊടുക്കുന്നുണ്ട്. സാധാരണ സ്കൂളിൽ പഠിച്ചാലും നമ്മൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം, ഫ്ലവേഴ്സിൻ്റെ അനുഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാഷെ ഇവരെ പഠിപ്പിച്ചെടുക്കാനായിട്ടുള്ളതിൻ്റെ ഒരു പ്രയാസം നമുക്കറിയാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട് ഇവർ. എങ്ങനെയാണ് അതിൻ്റെ ഒരു? കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവര് ഡെസ്കിൽ ഒരു താളത്തിൽ കിട്ടില്ലോ, അതൊന്ന് ഓർഡർ ആക്കി വച്ചു എന്നുള്ളത് കരിമേളം പോലെ ആക്കി. അത്രേ ഞാൻ ചെയ്തോളൂ. ടൈം എടുക്കും. സാറിന്റെ പേര് പെപ്പിൻ. നല്ല പെപ്പുണ്ട്, അതാണ് പെപ്പി മ്യൂസിക് എന്ന് പറഞ്ഞത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ? അല്ല, ഞാൻ ഓർക്കണം പല സിനിമാ താരങ്ങൾക്ക് പോലും താളമില്ലാത്തവരുണ്ട്. പക്ഷെ ഇവരിലേക്ക് ഈ താളം എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. കാരണം പല രീതിയിലുള്ള ആൾക്കാരാണല്ലോ, പല വീടുകളിൽ നിന്ന് വരുന്നവര്.
പല രീതിയിൽ ജീവിച്ചവർ, ഇവരെ ഒന്ന് ഒരുമിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ്. അത് ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സർവീസിന്റെ ഡിഗ്രി എടുത്തിട്ടാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ്, മെന്റലി ചാലഞ്ച്ഡ് അതിലാണ്. അതെന്താ അതിലേക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താണ്? ഇഷ്ടം തോന്നാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, എൻ്റെ ചെറുപ്പകാലത്ത് അടുത്ത വീട്ടിലൊരു സെർവൻ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പണിയെടുക്കും, ഏത് നേരവും അലക്കൽ, അങ്ങനെ ഒരുപാട് പണിയെടുക്കും. എല്ലാവരും കളിയാക്കി അവരെ ഞണ്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ എനിക്കറിയില്ല എന്താ ഞണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ, അന്ന് പല പേരുകളിലാണല്ലോ നമ്മുടെ ആൾക്കാർ. അപ്പോൾ ആ ഞണ്ട് എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി. അപ്പോൾ എനിക്ക് വെറൈറ്റി ആയി ഒന്ന് ചെയ്യണം തോന്നി. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് എവിടുന്നും കിട്ടാത്ത സ്നേഹം, നമുക്ക് എവിടുന്നും കിട്ടാത്ത അംഗീകാരം അത് ഈ കുട്ടികളിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഏറ്റവും വലിയ നിലയിലെത്തണം, ഫുൾ A+ കിട്ടണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ചിന്തിക്കണത് പേര് വിളിച്ചാൽ അവരൊന്ന് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ പാരൻസിൻ്റെ മുഖഭാവം തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയപ്പോൾ വേറെ ഏത് ഫീൽഡിലും ഇതുപോലൊരു സംതൃപ്തി നമുക്ക് കിട്ടില്ല. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട എല്ലാവരും ആ സ്നേഹം അനുഭവിച്ചു. അതുകൊണ്ട് ഈ ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി വേറെ എവിടെ നിന്നും കിട്ടില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കണത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കണം. ഒരാളും സഹതാപത്തോടെ അവരെ നോക്കരുത്. ഇങ്ങനെയുള്ള കഴിവുകൾ കണ്ടെത്തി, പിന്നെ ഒരു കുട്ടിയും കഴിവില്ലാതെ ജനിക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് ആ കഴിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് നമ്മുടെ തെറ്റാണ്. നമ്മൾ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ പരിശീലനം കൊടുത്താൽ 100% ഉറപ്പാണ്. അല്ല, കേരളത്തിൽ എത്രയോ ഡിഗ്രികളുണ്ട്, എത്രയോ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു മെന്റലി ചലഞ്ചിലൊന്ന് കോഴ്സ് എടുത്ത ടീച്ചറിന്റെ ആ ഡെഡിക്കേഷന്, കാരണം അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ലേ, ഇപ്പോഴാണല്ലോ വരുന്നത്. ടീച്ചറൊക്കെ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ്. അത് ഇപ്പൊ ജനങ്ങൾ കാണുകയാണ്. ഇതിപ്പോ ഇതുപോലുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ജീവിതം തന്നെ ഇത് ഇപ്പൊ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. കാരണം ഇതിന് ശമ്പളം മേടിക്കുക എന്നുള്ളതല്ല, അല്ലേ? അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത് എല്ലാ പാരൻസും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ഇതുപോലെയുള്ള മാഷ്, ഡാൻസ് മാഷ്, മ്യൂസിക്, പിന്നെ എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. പിന്നെ അത് അനുഭവിച്ചാലേ അറിയുള്ളൂ, ഈ കുട്ടികളുടെ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഞാനേ നമ്മളിൽ ആർക്കാണ് ബോധമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ എന്നെക്കാളും ബുദ്ധി ഈ കുട്ടിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്ന എവിടെയെന്ന് വെച്ചാലേ, ഞാൻ ഇലത്താളം വെച്ചിട്ട് കൈയടിച്ചില്ലേ, അപ്പൊ എൻ്റെ അടുത്ത് ഇലത്താളം വെച്ച് കൈയടിക്കേ പാടില്ല പറഞ്ഞ ഇവിടെ വന്ന് പറഞ്ഞു എന്നോട്. അത് സത്യമാണല്ലോ. ശരിക്കും പറഞ്ഞാല് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അത് പറഞ്ഞു തന്നതാണ് ആള്. അത് തീർച്ചയായല്ലേ ഒരു അവനൊരു നിമിഷ കവി കൂടിയാണ്. ഏത് ടോപ്പിക് കൊടുത്താലും അപ്പൊ തന്നെ കവിത. ആണോ? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് കവിത പാടാന്ന് പറഞ്ഞു. ആണോ? അതൊന്ന് കേക്കട്ടെ. ഓട്ടംതുള്ളന്റെ രീതിയിലാണ് ഞാൻ പാട്ട് ചിട്ടപ്പെടുത്തിക്കണത്. ഒന്നുകൂടി ഞാൻ അയച്ചു കൊടുക്കരുത് കേട്ടോ. ഓക്കെ. കോമഡി ഉത്സവം, കോമഡി ഉത്സവം, നമ്മുടെ സ്വന്തം കോമഡി ഉത്സവം, നമ്മുടെ സ്വന്തം കോമഡി ഉത്സവം. എങ്ങനെ ഹിറ്റാകാതിരിക്കും ബട്ടർഫ്ലൈസാം എന്നൊരു ടീമിനെ പങ്കെടുപ്പിക്കും നമ്മുടെ ഉത്സവമായൊരു ഫ്ലവേഴ്സ് ടിവിയോടൊപ്പം നടക്കും കോമഡി ഉത്സവം. അങ്ങനെ ചേട്ടന് പിന്നെ ചേട്ടനും പ്രചോദേട്ടനും മിറ്റം ഇങ്ങനെ നീളുന്നൊരു പട്ടിക ഇങ്ങനെ മുന്നേറുന്നു. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കലക്കി സൂപ്പറായിട്ട് പാടി. അപ്പോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രജോട്ട എന്തായിരുന്നാലും കൂടെ ഒന്ന് കൊട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ കുട്ടി? എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഏലത്താളം വായിച്ച ഇവനാണ് ഇതിനകത്ത് ഹീറോ. ഞാൻ അവനെ കാര്യം സാധാരണ നമുക്ക് ഇലത്താളം എന്ന് പറഞ്ഞാൽ അവനത് പൊക്കാൻ ഭയങ്കര പാടായിരുന്നു. സത്യം. എന്റെ പേടി തുടക്കം മുതൽ ഇനി അവന്റെ കാലയിലെങ്ങാനും ഇത് വീഴുവോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ അവൻ വളരെ മനോഹരമായിട്ട് തന്നെ ഇലത്താളം വായിച്ചു. അതിൽ ഇവർ തന്നെ അതിശയിച്ചു പോകുന്നത്, നമ്മൾ സാധാരണപ്പെട്ട ടിനിയാദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് താളമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ കുട്ടികളെ അവരുടെ ന്യൂനതകൾക്കപ്പുറമായിട്ട് താളം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിനകത്തെ വലിയ അതിശയങ്ങൾ രണ്ടുപേരും, അല്ലേ? ശരിക്കും എന്തായാലും ഇവരെ പോലുള്ള കലാകാരന്മാരാണ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ ഉത്സവം ഒരു അനുഗ്രഹ കലോത്സവമാക്കി മാറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകമായ ഒരു നല്ല കൈയ്യടി കൊടുക്കുകയാണ്. ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു. ഇനി ഇവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സമയമാണ്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്സ്, കേര സ്വാദ്
ഡബിൾ ഫിൽറ്റേർഡ് കോക്കനട്ട് ഓയിൽ. ബട്ടർഫ്ലൈ സ്പെഷ്യൽ സ്കൂളിലെ എല്ലാവർക്കും, ബട്ടർഫ്ലൈ സ്പെഷ്യൽ സ്കൂളിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഉഗ്രം കൈഡി കൊടുത്തേ. ഈസ്റ്റേൺ കോമഡി ഉത്സവം പ്രസന്റഡ് ബൈ വീസ്റ്റ, ബഹാർ, കേരാസ്വാദ് കോക്കനട്ട് ഓയിൽ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സിൽ ഇനി വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വൈറൽ വീഡിയോ സെഗ്മെന്റിൽ വരാൻ പോകുന്ന ആൾ നേരത്തെ ഇവിടെ വന്ന് സ്പെഷ്യൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് നമ്മൾ വീണ്ടും പ്രസന്റ് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട രവി സർ ഫ്രം ചെന്നൈ. നമ്മുടെ തുടക്ക എപ്പിസോഡ്സിലായിരുന്നു സാർ ഉണ്ടായിരുന്നത് അല്ലേ? അത് മിഡില് എങ്ങനെ പോകുന്നു? IT കമ്പനിയൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നന്നായിട്ട് പോകുന്നു. ലോജിസ്റ്റിക്സ് ഓക്കെ. ആൻഡ് മകൾ ഇപ്പോ ആക്ട്രസ് ആണോ? അവള് 3 തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പേരെന്താണ്? അശ്വതി വാര്യർ എന്നാണ്. ലവ്ലി. പൊൻവസന്തം, പിന്നെ കണ്ണിൽ കാശ് കാട്ടപ്പ, മാൻ കരാട്ടെ, ശിവകാർത്തികേയന്റെ. മാൻ കരാട്ടയില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്ന് എന്താണ് സാർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്? യൂണിവേഴ്സിറ്റി വിന്നറായി ആക്കിയ 1980 ചെയ്ത ഒരു തീവണ്ടി, അതായിരുന്നു അന്ന് ചെയ്ത ഐറ്റത്തിൽ ഒരെണ്ണം. ആ ഐറ്റം കുറച്ച് റീക്രിയേറ്റ് ചെയ്തിട്ട്, അതെ, അദ്ദേഹത്തെ കാണാനില്ലെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സൗണ്ട് ഇലൂഷൻ, ഒരു തീവണ്ടി യാത്ര, ഈ യാത്രയിൽ ഉണ്ടാവുന്ന വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ, അതാണ് ഞാൻ സൗണ്ട് ഇലൂഷനിലൂടെ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് സ്പോട്ട് ഡബിംഗ് ആണ് ചെയ്യാൻ പോണത്. അതെ, അതിന്റെ വിഷ്വലുണ്ട്, അതിന്റെ ശബ്ദം ഞാൻ കൊടുക്കും. ഓ ലവ്ലി. എല്ലാവരും നല്ലൊരു കാര്യം സാർ. അപ്പൊ എന്നാ സ്പോട്ടിലോട്ട് പോയിക്കോളൂ, ഇവിടെ വിഷ്വൽ തരാം. ഓൾ ദി ബെസ്റ്റ്. वाഴപ്പഴി. यात्रियों कृपया ध्यान दीजिए, चेन्नई से मंगलापुरम जाने वाली चेन्नई मंगलापुरम एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 3 से रवाना होगी. എഫ്എക്സിൽ ഓൾറെഡി നമ്മൾ ആ അത്ഭുതങ്ങൾ നേരത്തെ കണ്ടതാണ് അല്ലേ? അതിന്റെ റീക്രിയേഷൻ ആണ് ഇപ്പൊ വീണ്ടും കണ്ടത് വിത്ത് സിങ്ക്. കലക്കി സർ. രഞ്ജിടാ 2 ട്രെയിൻ ചെയ്തു. ഒന്ന് കരിവണ്ടി അല്ലേ, പഴയ സ്റ്റീം എഞ്ചിൻ. അത് എവിടെ നിന്നാണ് വീഡിയോ കിട്ടിയത്? യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ്. യൂട്യൂബ് തന്നെ. കാരണം ഇപ്പൊ അത് ഊട്ടിയിൽ മാത്രമേ ഉള്ളൂ.
അത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഗാന്ധി സിനിമയൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ ആയിരുന്നു അതിന്. ആ കാലഘട്ടത്തിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട് കാര്യമുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ വന്നത് ഡീസൽ എഞ്ചിൻ അല്ലേ, അത് 2 ചേഞ്ചസ് ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ മറ്റേ ബ്രിഡ്ജിന്റെ മുകളിൽ വരുമ്പോഴും ഇത് ഡബ് ചെയ്യുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. കറക്റ്റ് പല വേരിയേഷൻസ് ചെയ്ത് അസലായിട്ടുണ്ട് കേട്ടാ. അപ്പൊ കീപ് ഗോയിങ് ഓൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാർ ഗംഭീരമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ ഈ ബ്രിഡ്ജ് വരുന്നതും അങ്ങനെ ഓരോ ടോൺ വ്യത്യാസം വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഇനിയും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വന്ന് ഇതുപോലെ ഒന്ന് ഞെട്ടിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ സാറിനുള്ള സമ്മാനം കേരാസ്വാദ് കോക്കനട്ട് ഓയിൽ ആൻഡ് നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ്. താങ്ക് യു സർ. അപ്പോൾ വീണ്ടും വരണം സാറിനെ, ഇനിയും നമ്മുടെ വേദിയിൽ കാണണം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ധനലക്ഷ്മി അയൽക്കൂട്ടം ഇന്നത്തെ കോമഡി ഉത്സവം അതിന്റെ പേട്ടെ എന്നാ ഉത്സവം കൊടിയിറക്കുന്നതിനായിട്ട് നമുക്ക് 2 പേരെ സ്വാഗതം ചെയ്യണ്ടേ? തിരിച്ചേട്ടാ, പ്രജോട്ടാ, പ്ലീസ് കം. നമുക്കിവിടെ ഓഡിഷന് വരുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ പലയിടത്തും പോയി ഓഡിഷൻ നടത്തുമ്പോൾ ഓരോ സ്ഥലത്തും വരുന്ന ആൾക്കാർ വളരെ ഡിഫറെൻ്റ് ആണ്. അതിൽ നമുക്ക് പുതിയ ഒരുപാട് കലാരൂപങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതല്ലാണ്ട് പല ആഗ്രഹങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൽ ഒരു കുഞ്ഞാഗ്രഹം ഇപ്പം ഇവിടെ സാധിച്ചു കൊടുക്കാൻ പോവാം. നമ്മുടെ കുട്ടപ്പായിയുടെ ആഗ്രഹം. കുട്ടപ്പായിയെ കാണണ്ടേ? കുട്ടപ്പായെ വിളിക്കട്ടെ. കുട്ടപ്പായെയും കുടുംബത്തിനെ ഒന്ന് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ഇതാണ് നമ്മുടെ കുട്ടപ്പായി. കുട്ടപ്പായിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്, ഈ ഫ്ലോറിൽ ഒന്ന് ഡാൻസ് ചെയ്യണം. പക്ഷെ കുട്ടപ്പായിക്ക് എന്താണ് നമ്മൾ ഈ ഫ്ലോറിൽ ഇപ്പം ഡാൻസ് ചെയ്യാൻ കൊണ്ടുവന്നതിന് ഒരു കാരണം കൂടിയുണ്ട്, അത് പറയാം. പക്ഷെ കുട്ടപ്പായിക്ക് അവന് ജന്മനാൽ അവന് നടുവിലൊരു നട്ടലിലൊരു മുഴയുണ്ടായതാണ്. അപ്പോൾ അത് ആദ്യം ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. അപ്പം അത് കഴിഞ്ഞ പിന്നെ കുട്ടിക്ക് നടക്കത്തില്ല, പിടിച്ചോണ്ട് നടക്കും. പിന്നെ ആരെല്ലാം സഹായം വേണം. ചേച്ചിപ്പെണ്ണാണ് ഇപ്പോഴും കൂടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ അവന് ഈ 9-ാം തീയതി അവനൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ MRI സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ നടുവേൽ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കുട്ടി ഈ ആരോഗ്യം ക്ഷയിച്ച് കിടപ്പിലായി പോകുന്നു ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ കോളേജ് കോട്ടയം. അപ്പോൾ 9-ാം തീയതിയാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. 17-ാം തീയതിയാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 17-ാം തീയതി ഓപ്പറേഷൻ. എന്ത് ചെയ്യുന്നു താങ്കൾ? എന്ത് ചെയ്യുന്നു? ഞാൻ കറുകച്ചാൽ മെട്രോ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് കാർ കെയർ ഷോപ്പിലെ ജീവനക്കാരനാണ്. ശരി, ഓക്കെ. അപ്പോൾ അമ്മ എല്ലാം തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ പുറമെ വേറൊരു വലിയ കഴിവുണ്ട് കേട്ടാ കുട്ടപ്പായിക്ക്. കുട്ടപ്പായി അസാധ്യ ഡാൻസ് ചെയ്യും കേട്ടാ. ഡാൻസ് ചെയ്യും കുട്ടപ്പായി. കുട്ടപ്പായുടെ സർജറിക്ക് മുമ്പേ കുട്ടപ്പായി ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന് നമുക്കും ഒരു ആഗ്രഹം തോന്നി. കുട്ടപ്പായി ഈ ഫ്ലോറിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഡാൻസ് ചെയ്യാൻ പോവാണ്. കുട്ടപ്പായുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടോ, അതോ എങ്ങനെയാണ്? ചിലവുള്ളതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതുവരെ അന്ന് പോകാനായിട്ടിരിക്കുക. അതെ, നമുക്ക് കുട്ടപ്പായിക്ക് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനങ്ങൾ കൊടുക്കാം. പക്ഷേ നമ്മുടെ കുട്ടപ്പായി എഴുന്നേറ്റ് ഇന്ന് ഇവിടെ ഒന്ന് ഡാൻസ് കളിക്കണ്ടേ അല്ലേ? എഴുന്നേറ്റ് ഇന്ന് ഇവിടെ ഒന്ന് ഡാൻസ് കളിക്കണമെന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാവും. അപ്പോൾ കുട്ടപ്പായിക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ ടീൻചേട്ടാ, ഒന്ന് നമ്മളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ ആരുണ്ടെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ ഒക്കെ വന്ന് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അല്ലെ നമുക്കൊരു നമ്പർ തരാം, ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സഹായം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും.
811-999-1249 811-999-1249 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നമ്മുടെ കുട്ടപ്പായിനെ നമുക്ക് ഇവിടെ ഈ വേദിയിൽ കൊണ്ടുവന്ന് നേരെ നിന്ന് ഡാൻസ് കളിപ്പിച്ച് കാണണം കേട്ടോ. കുട്ടപ്പായി വാങ്ങിച്ചോ കോക്കനട്ട് ഓയിൽ, നിന്നെക്കാളും വെയിറ്റ് ഉണ്ട് കേട്ടോ. കേരാസ്വാദിന്റെ കോക്കനട്ട് ഓയിൽ. പ്രചോദനന്റെ കയ്യിൽ നിന്ന് നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഷർട്ട്. അപ്പോ എവ്രിവൺ ടേക്ക് കെയർ ആൻഡ് ബൈ. मेरे नाम